ഹായ് ഓൾ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പുഡിങ് ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒറിജിനൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പ്രളയിന് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആവുണ്ടാവും. അപ്പോഴേക്കും ഇതൊരു നല്ലൊരു ബ്രൗൺ കളറായിട്ട് നല്ല കാരമലായി കിട്ടിയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കാഷ്യൂനട്ട് ഒന്ന് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഞാനൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം. കാഷ്യൂനട്ട് ചേർത്ത വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം. പിറ്റ് ചൂടോടെ തന്നെ നമുക്ക് ഒരു ബട്ടർ പേപ്പറിലൊന്ന് ഇത് മാറ്റിയെടുക്കാം. ബട്ടർ പേപ്പറിൽ തന്നെ ആവണമെന്നില്ല, കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ ചേർത്തിട്ട് അവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നല്ലൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ അടുത്തത് ബട്ടർ സ്കോച്ച് സോസാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മെൽറ്റായി നല്ലൊരു കാരമലായി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസൊന്ന് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ചേർത്തെടുക്കുമ്പോൾ നല്ലൊന്ന് പതഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിൻ്റെ ഈ സൈഡ് വശങ്ങൾ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് വശങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ല നാറിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതൊന്ന് നല്ല പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രളയിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല കിട്ടുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാരമൽ ചെയ്ത ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ബ്രെഡ് 2 സൈഡിലൊന്നും ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ മാത്രം ആക്കിയാൽ മതി. മധുരം ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ പുഡിങ് സെർവറിൻ്റെ അളവ് അനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക കേട്ടോ. ഞാൻ 2 ലെയറിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രളയിൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു ലെയർ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതാ ഇത്രേ ഉള്ളൂ പണി. ഇനി ഞാനിപ്പോൾ 2 ലെയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും അതുപോലെ ബ്രെഡ് കാരമലിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ രണ്ടാമത്തെ ലെയറിലും നമ്മൾ ബ്രെഡ് ഒന്ന് കാരമലിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറിലും വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രളയിന് ഒന്ന് ചേർത്ത് കൊടുക്കാം. പ്രളയിന് ചേർത്തിട്ട് ഇനി എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിന് മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇതൊരു 3 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പുഡിങ്ങിനും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനും. അപ്പോൾ നല്ലൊരു മധുരമായിരിക്കും. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ബ്രെഡ് 2 ഭാഗം കവർ ചെയ്യുന്നതിന് പകരം ഒരു ഭാഗം ഒന്ന് കാരമലിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാലത് മറ്റുള്ളവർക്കും ഉണ്ടാക്കി നോക്കാനൊരു ഇൻസ്പിറേഷൻ ആവും. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.